ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളാണ്. ഞങ്ങൾ വിളിച്ചത് 10 പേരെയാണ്, വിളിക്കാതെ വന്നതോ ആയിരങ്ങളാണ്. നമുക്കെല്ലാവർക്കും ഈ സന്തോഷത്തിൽ പങ്കുചേരാം. ലൈഫ് എന്ന ത്രില്ല്, പാർട്ടി എന്നാൽ ഫുള്ള്, ഫൈറ്റ് എന്നാൽ ബില്ലു, ഫ്രണ്ട് എന്നാൽ ഇങ്ങനെ. എന്നെ എത്ര സ്നേഹം നിറഞ്ഞ പാമ്പാടി, ചാലക്കുടി, കാലടി, മൈലാടി, മാനന്തവാടി, കൽപ്പവാടി, പരപ്പരങ്ങാടി, അട്ടപ്പാടി, നൂത്തുക്കുടി, കാമകോടി, ജനങ്ങളെ. നിങ്ങളുടെ വീട്ടിലെ കല്യാണമോ അതോ 28 കേട്ടോ? കുട്ടിയെ തൊട്ടിലേക്ക് കിടത്തണമെങ്കിലോ സ്കൂളിൽ ചേർക്കണമെങ്കിലോ നിങ്ങൾ വിഷമിക്കണ്ട. ബില്ലുവിനെ ക്ഷണിച്ചാൽ മാത്രം മതി. കുടുംബ സമേതം വരുന്നതായിരിക്കും. ആ മുഖം ഒന്ന് നോക്കിക്കേ, പിഞ്ചു കുഞ്ഞിനെ പോലെയല്ലേ. പയ്യൻ കറക്റ്റ് സ്ഥലത്താ വന്നെത്തിയത്. എന്താ നോക്കുന്നത്? ഞാനും ഒരു സമയത്ത് ക്രിമിനലായിരുന്നു. എന്നെ എൻകൗണ്ടറിൽ തീരേണ്ടതായിരുന്നു ഞാൻ. ഇവർക്കെല്ലാം അറിയാം ഞാൻ അടിയിടിയും വെട്ടും കുത്തുമായിട്ട് നടന്ന ആളായിരുന്നു എന്ന്. നല്ലതേതാ ചീത്ത ഏതാന്ന് ആലോചിക്കാതെ ഞാൻ അഹങ്കരിച്ച് നടക്കുമ്പോൾ ജീവിതം എന്തായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് കൈകാലുകളും പോയി പുതിയ ജീവിതം നയിക്കാമെന്ന് കണ്ടപ്പോൾ തെരുവിലാ നിൽക്കുന്നത്. കൂടെ ഒരുത്തം പോലും ഉണ്ടായിരുന്നില്ല. അന്നൊരു കൈ തന്ന് സഹായിച്ചത് നമ്മുടെ ബില്ലുവാണ്. പോലീസിനും കോടതിക്കും ശിക്ഷിക്കാൻ മാത്രമേ അറിയൂ. പക്ഷേ തെറ്റായ മാർഗത്തിൽ കൂടെ നടന്ന എന്നെ നല്ലവനാക്കിയത് ഈ ബില്ലുവാണ്. നന്ദിയുണ്ട്. സെന്റിമെന്റ്സ് ഒന്നും ഇവിടെ വേണ്ട. സ്റ്റാർട്ട് മ്യൂസിക്. വരൂ സൂസി. എങ്ങോട്ടാ? പാകിസ്ഥാനിലോട്ട്. പാകിസ്ഥാനിലോട്ടോ? റോഡിലാ നമ്മൾ സിഗ്നലൊക്കെ നോക്കേണ്ടത്. ഇവിടെ സിഗ്നൽ നമ്മളെ നോക്കും. നീ കേറി വാ. കൊച്ചു പെണ്ണയ നിരക്കത്തരമാരന്മാരുള്ളതടി. കെട്ടിയ മാരനെ കൂടാതെ ഇന്നെനിക്കും പലതുമാരന്മാരുള്ളതടി. കെട്ടിയ മാരനെ കൂടാതെ ഇന്നെനിക്കും പലതുമാരന്മാരുള്ളതടി. ഞാനും ചാടിക്കോട്ടെ? ചാടിക്കോ ചാടിക്കോ. സൂസി, നിനക്ക് നീന്തൽ അറിയാലോ അല്ലേ? എനിക്കറിയില്ല. സൂസി, എടി നീന്തൽ അറിയാ, നീ എന്തിനാ വെള്ളത്തിലേക്ക് ചാടിയത്? നീ ഇല്ല എന്റെ കൂടെ. എന്താ സ്വപ്നത്തിലാണോ? സന്തോഷമായിരിക്കുന്നു ബില്ലു. ഞാനിപ്പോ വലിയ സന്തോഷത്തിലാ. എന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് എന്തോ അത് ഞാൻ ചെയ്യും. അയ്യോ, അത് വേണ്ട സൂസി. സന്തോഷത്തിൽ നിനക്കൊരു വെപ്രാളമുണ്ട്. ഒന്ന് നന്നായിട്ട് ആലോചിച്ചോ. ആലോചിക്കാനൊന്നുമില്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സൂസി, ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാ. എന്താ കാരണം? ഇതുപോലെ ഒരു അപ്സരസിന്റെ കൂടെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ലേ? അതെനിക്കൊരു ഗമയല്ലേ. അപ്പൊ കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞതോ? അത് നീ സമ്മതിക്കുന്നുണ്ടല്ലോ അല്ലേ? ചേച്ചി, എന്നെ തല്ലുന്ന കണ്ടില്ലേ? വാടാ. വരട്ടെ ചേച്ചി. സൂസി,
എന്താ കലക്കുവാണല്ലോ? ബർത്ത്ഡേയാ? സന്തോഷത്തിലിരിക്കുമ്പോ ബർത്ത്ഡേ ആണെങ്കിൽ ഇതും ബർത്ത്ഡേ തന്നെയാ. ദേ സൂസി ഇരിക്കുന്ന കണ്ടില്ലേ? സൂസി ആരാ സൂസി? സൂസി? അയ്യോ ദേ അവിടെ ഇരിക്കുന്നു. സൂസി, നിന്നെ ആരോ വിളിക്കുന്നുണ്ട്. സൂസി ഓ, അവളാണോ അത്? എന്നെയല്ല. നിന്നെ നോക്കി തന്നെയാ കൈ അണിച്ചുകൊണ്ടിരിക്കുന്നത്. സൂസി ഇറ്റ്സ് മീ. ശരി ശരി വാ. ഇതിന്റെ ഗ്ലാമർ കണ്ടിട്ടാന്നാ തോന്നുന്നേ നാട്ടുകാരെല്ലാം കൈകാട്ടി വിളിക്കുന്നത്. എടാ നിന്റെ പരിചയക്കാരി വല്ല ആയിരിക്കും. എന്റെ ഇവക്കെന്താ മനസ്സിലായില്ലേ? എടി സൂസി, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഇങ്ങോട്ട് നീ എപ്പോഴാ വന്നേ? ഞാൻ ഇന്നലെയാ ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. ഞാൻ നിന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഓ സൂസി, നീ ഇവിടെ? ആരാ നിങ്ങള്? ഹേ വീണ്ടും തുടങ്ങിയോ? ഇവള് എപ്പോഴും ഇങ്ങനെയാന്നേ. കോളേജ് ഫസ്റ്റ് ഇയറിൽ നമ്മുടെ മാരേജ് ഫിക്സ് ആയത്. ഇവള് കാണിച്ച കൂത്തുണ്ടല്ലോ, സഹിക്കാൻ പറ്റില്ല. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് ആള് മാറിപ്പോയതാണ്. എനിക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല. ഹേയ് കം ഓൺ സൂസി, തമാശ വേണ്ട കേട്ടോ. മര്യാദയ്ക്ക് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഛേ, വെറുതെ ശല്യം ചെയ്യാനായിട്ട്. എടി സൂസി, രേവതിയാ സൂസി, രേവതി. എന്താ ബില്ലു? എനിക്ക് ഇവരെ അറിയില്ല. അറിയില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ ശല്യം ചെയ്യുന്നു. സൂസി, മാനേജറിനെ വിളിക്കുക. ചിലപ്പോ നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. അതാ. അല്ല സാറേ, ഞങ്ങൾ രണ്ടുപേരും കോളേജ് ഫ്രണ്ട്സാ. പക്ഷേ ഇപ്പൊ ഇവക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ. ഏയ് സൂസി, സൂസി നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഇദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ എന്താ ഇത്? അറിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോവില്ലേ? രേവതി വാ. സാറേ ക്ഷമിക്കണം. എടി അവള് നിന്നെ അറിയാത്തോളം സംസാരിക്കുന്നു. പിന്നെ നീ എന്തിനാ അവളോട് സംസാരിക്കുന്നത്? കാണിക്കുന്നേ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തിയല്ലേ? എന്നെ കൂടെ കൂട്ടിപ്പിടിച്ചില്ല, എന്നെ പറഞ്ഞാ മതി. നിങ്ങൾ കഴിക്കുക. എന്താ സുസി, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അതല്ല, ആ പെണ്ണ് ഒരുപാട് പരിചയമുള്ളതുപോലെ. അതാ. അപ്പൊ നിനക്കും എന്നെ വിശ്വാസമില്ല അല്ലേ? സൂസി നിക്ക്. സൂസി, സൂസി. വരൂ മേഡം. ഇയാളുടെ ചൂടൊക്കെ മാറിയോ? സോറി ബില്ലു, ഞാൻ കാരണം പാർട്ടി വേസ്റ്റ് ആയല്ലേ? എന്നാര് പറഞ്ഞു? അതെല്ലാം ആമാർ അപ്പം തന്നെ പൊതിഞ്ഞെടുത്തുകൊണ്ട് പോയി വെള്ളമടിച്ചിൻ്റെ കൂടെ തിന്നു തീർത്തില്ലേ? അത്രയും വേണ്ടായിരുന്നു. ഒരുപക്ഷെ ആ പെണ്ണിനെ അറിയില്ലെങ്കിൽ പോലും മുഖത്തടിച്ചതുപോലെ സംസാരിക്കാതെ ഒന്ന് സമാധാനമായിട്ട് സംസാരിക്കായിരുന്നു. എനിക്കതിന് കഴിഞ്ഞില്ല ബില്ലു. എന്റെ പ്രശ്നങ്ങൾ നിനക്ക് പറഞ്ഞാലേ മനസ്സിലാക്കൂ. എന്ത് പ്രശ്നമാണെന്ന്? പ്രശ്നം എൻ്റെ അച്ഛൻ തന്നെയാ. അച്ഛൻ്റെ ഇഷ്ടത്തിന് മറ്റുള്ളവരെ അടിക്കുന്നത്, കൊല്ലുന്നത്. മനുഷ്യജീവന് വില കൊടുക്കുന്നില്ല, മനുഷ്യനെ അല്ല. ചെറുപ്പം തൊട്ടേ അയാളെ കണ്ടാൽ തന്നെ എനിക്ക് വെറുപ്പാ. എനിക്കുണ്ടായിരുന്ന ആകെ സന്തോഷം എൻ്റെ അമ്മ മാത്രമായിരുന്നു. അമ്മയ്ക്ക് അച്ഛനെക്കുറിച്ചുള്ള വിഷമങ്ങൾ മനസ്സിലുണ്ടെങ്കിലും എൻ്റെ മനസ്സ് കഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ഒന്നും പുറത്ത് കാണിക്കാതെ എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കും. ഞാനും അമ്മയും അമ്പലത്തിലേക്ക് ഒരു ദിവസം കാറിൽ പോവുമായിരുന്നു. ഞാൻ അമ്മയെ അതും ഇതും പറഞ്ഞ് കളിയാക്കി. ഞാൻ പറഞ്ഞെല്ലാം കേട്ട് അമ്മ ചിരിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് നോക്കിയപ്പോൾ എതിരെ ഒരു ലോറി. അതെങ്ങനെ വന്നെന്നറിയില്ല. ഞങ്ങളുടെ കാറെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. എൻ്റെ തലയ്ക്ക് പരുക്ക് പറ്റി എൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 1 മാസം കഴിഞ്ഞാണ് നോർമലായത്. അപ്പോഴാ എനിക്കെല്ലാം മനസ്സിലായത്. ആക്സിഡൻറ്റിൽ എൻ്റെ അമ്മ സ്പോട്ടിൽ തന്നെ മരിച്ചു എന്നുള്ള കാര്യം. എൻ്റെ അച്ഛന് ശത്രുക്കൾ ഒരുപാടായിരുന്നു. അതിലാരോ ഒരാൾ എൻ്റെ അച്ഛൻ ആ കാറിൽ വരുന്നതെന്ന് വിചാരിച്ച് ഇടിപ്പിച്ചതാ. ആ അപകടം കഴിഞ്ഞതിന് ശേഷം അതിനു മുൻപുള്ള 3 വർഷത്തെ ഒരു കാര്യങ്ങളും ഓർമ്മയില്ല. ഡോക്ടർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്താൽ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവുമെന്ന്. വേറെ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞത്. എന്നാൽ അതിനുശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. എന്നാൽ ആ മരുന്ന് കഴിച്ചതിന് ശേഷം എനിക്ക് യാതൊരു മാറ്റം ഉണ്ടായില്ല. പുറത്തേക്ക് എനിക്ക് ഇറങ്ങാൻ വയ്യാതായി. എവിടെ പോയാലും എന്നെ അറിയില്ലേ, എന്നെ ഓർമ്മയില്ലേ എന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്യുകയായിരുന്നു. ഞാൻ ആലോചിച്ച് എൻ്റെ തല പൊട്ടിപ്പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത്.
ആരോടും സംസാരിക്കാതെയും ആരെയും കാണാതെയും ജയിലിലെ ജീവിതം പോലെ തന്നെയായിരുന്നു എൻ്റെ റൂമിലെ ജീവിതം. ബാംഗ്ലൂരിൽ എന്നാ പ്രാന്ത് പിടിക്കുമെന്ന് ഓർത്താ ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടെ ഒരുത്തി വന്നെന്നെ അറിയില്ലെന്ന് ചോദിച്ചാ സത്യത്തിൽ അവൾ ആരാണ്? അവൾ എന്റെ കൂട്ടുകാരി ആണോ അല്ലയോ എന്ന് കൂടി എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല ബില്ലു. അന്ന് അപകടത്തിൽ ഞാനും എൻ്റെ അമ്മയുടെ കൂടെ പോയിരുന്നിരിക്കാം. എന്താ പറയുക, നീ മറ്റൊരു നാട്ടിൽ നിന്ന് വന്നിട്ട് കുട്ടികളുമായിട്ട് ഇവിടെ കളിച്ചിരിച്ച് നടക്കുവാണെന്ന് വിചാരിച്ച സൂസി. നിന്റെ ഉള്ളിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു സൂസി. ഒന്നും സംഭവിക്കില്ല സൂസി, അതിന് സമ്മതിക്കില്ല.